നമസ്കാരം, എൻ്റെ പേര് ഗ്ലെൻജു. ഞാൻ ഹെൽത്ത് ഇൻഷുറൻസ് അഡ്വൈസറാണ്. സ്വദേശം തൃശ്ശൂരാണ്. അതുപോലെ തന്നെ ഇന്നും മികച്ചൊരു ഹെൽത്ത് ഇൻഷുറൻസ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. പ്രത്യേകിച്ച് നിങ്ങളൊരു NRI സ്റ്റാറ്റസ് ഉള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ NRI സ്റ്റാറ്റസ് നിന്നുകൊണ്ട് തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാനായിട്ടും ശ്രമിക്കുക. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, NRI സ്റ്റാറ്റസ് ഉള്ളവർക്ക് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെക്കേണ്ട ആവശ്യകതയുണ്ടോ? ഞാനിപ്പോൾ വിദേശത്താണ്, അപ്പോൾ നാട്ടിൽ വരുമ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്താൽ മതി, മുൻകൂട്ടി ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെക്കേണ്ട ആവശ്യകതയുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് റീസെന്റ് ഞാൻ യൂട്യൂബിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒരു വാർത്ത കേൾക്കാനിടയായി. ഒരു സാന്ദ്ര എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അടുത്ത് ക്യാൻസർ ഒന്ന് മരിച്ചു പോകാനിടയായി നാട്ടിൽ വെച്ചിട്ട്. അതിന് വാർത്ത ഫുള്ള് ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലായത് അസുഖം കണ്ടെത്തിയത് കാനഡയിൽ വെച്ചിട്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് പ്രോപ്പറായിട്ടുള്ള ഒരു ഡയഗ്നോസ് ചെയ്യാനായിട്ട് പറ്റിയില്ല. നീണ്ടുപോയി പലപ്പോഴും ട്രീറ്റ്മെന്റ്. അങ്ങനെ ആ ഒരു പേരിൽ നാട്ടിലേക്ക് ട്രീറ്റ്മെന്റ് വേണ്ടി സ്പ്രെഡായി കഴിഞ്ഞതിന് ശേഷമാണ് നാട്ടിലേക്ക് ട്രീറ്റ്മെന്റിന് വേണ്ടി വരുന്നത്. പലപ്പോഴും പല സുഹൃത്തുക്കളും പറയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ നാട്ടിലെ പോലെ അത്രയും ഈസി ആയിട്ട് അപ്രോച്ച് ചെയ്യാനായിട്ട് വിദേശത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ നമുക്ക് പോകാനായിട്ട് സാധിക്കില്ല എന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഈ അടുത്തൊരു സുഹൃത്ത് പറഞ്ഞൊരു കാര്യമാണ്, അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തിന് ഇതുപോലെ സ്റ്റൂളിന്റെ കൂടെ ബ്ലഡ് വന്നപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നു. അങ്ങനെ കൊളോണോസ്കോപ്പി എടുക്കാൻ വേണ്ടി കൊടുത്തപ്പോൾ 1 മാസം കഴിഞ്ഞിട്ടാണ് ഈ പറഞ്ഞ പോലെ അപ്പോയിന്റ്മെന്റ് കിട്ടിയത്. അപ്പൊ അറിയാം, നമുക്ക് അത്രയും വഷളായി കഴിയുമ്പോഴൊക്കെ പോയിട്ട് കാര്യമില്ലല്ലോ നമുക്ക്. അപ്പൊ അതുപോലെ ഒരു ഈസി ആയിട്ട് ഒരു അപ്രോച്ച് ഒരിക്കലും വിദേശത്ത് ലഭ്യമാവുന്നില്ല എന്നാണ് പലരും പറഞ്ഞ് കേട്ടിട്ടുള്ള ഒരു വസ്തുത. അപ്പൊ ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഇടയായത്. നമുക്ക് ഈ പ്രൊഡക്റ്റിന്റെ ഈ ഒരു ഫീച്ചേഴ്സ് എന്താണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇന്ന് നമ്മൾ NRI സ്റ്റാറ്റസ് ഉള്ളവർക്കൊക്കെ അല്ലെങ്കിൽ NRI സ്റ്റാറ്റസ് ഉള്ളവർക്ക് എടുത്തു വെക്കാൻ പറ്റുന്ന ഒരു മികച്ച ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ആയിട്ട് നമ്മൾ എടുത്തേക്കുന്ന HDFC ERGOയുടെ ഒപ്റ്റിമ സെക്യൂർ, അതുപോലെ തന്നെ ഒപ്റ്റിമ സൂപ്പർ സെക്യൂർ എന്ന് പറയുന്ന 2 പോളിസിയാണ് എടുത്തേക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത് എടുക്കാനായിട്ട്? കാരണം തമിഴ്നാട്ടിലൊക്കെ കണ്ട പോലെ തന്നെ നമുക്കൊരു 40% ഡിസ്കൗണ്ട് NRI സ്റ്റാറ്റസ് ഉള്ളവർക്ക് കൊടുക്കുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് ഇയർ പ്രീമിയം മാത്രം അടയ്ക്കുകയാണെങ്കിൽ 40%, 3 വർഷത്തെ പ്രീമിയം ഒരുമിച്ച് അടയ്ക്കുകയാണെങ്കിൽ സൂപ്പർ സെക്യൂറിലാണെങ്കിൽ 50%-ഓളം NRI സ്റ്റാറ്റസ് ഉള്ളവർക്ക് ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഒരു കണ്ടീഷൻ ഉള്ളത്, നമ്മൾ റിന്യൂ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പാസ്പോർട്ടും വിസയുടെ കോപ്പിയും നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഈ പറയുന്ന പോലെ 40-50% ഡിസ്കൗണ്ട് കിട്ടുന്നത്. എനിക്ക് തോന്നുന്നു മാർക്കറ്റിൽ വേറെ ഒറ്റ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയിലും ഇത്ര ഒരു 40% ഡിസ്കൗണ്ട് കൊടുക്കുന്ന ഒരു സ്കീമും ഇല്ല എന്ന് തന്നെ പറയാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ NRI സ്റ്റാറ്റസ് ഉള്ളവർക്ക് മസ്റ്റായിട്ടും പരിഗണിക്കാവുന്ന ഒരു പോളിസിയാണ് HDFC ERGO ഒപ്റ്റിമ സെക്യൂറും സൂപ്പർ സെക്യൂർ എന്ന് പറയുന്നത്. സൂപ്പർ സെക്യൂർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന 3 വർഷത്തെ പ്രീമിയം അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് സൂപ്പർ സെക്യൂർ എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പ്രീമിയം ഇപ്പോൾ ഭാര്യയും ഭർത്താവും മക്കളെല്ലാവരും NRI സ്റ്റാറ്റസിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇപ്പോൾ ഭാര്യയും മക്കളൊക്കെ നാട്ടിലാണെങ്കിൽ നമുക്ക് ഈ ഒരു പോളിസിയിൽ ആഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല, സെപ്പറേറ്റ് ആയിട്ട് എടുക്കേണ്ടി വരും. പക്ഷെ അതിനേക്കാളും നല്ലത് ഒരു NRI സ്റ്റാറ്റസ് ഉള്ളവർക്ക്, എല്ലാവരും ഫാമിലി ആയിട്ട് പുറത്താണ് കഴിയുന്നതെങ്കിൽ തീർച്ചയായിട്ടും പരിഗണിക്കാവുന്ന ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയാണ് HDFC ERGOയുടെ ഒപ്റ്റിമ സെക്യൂർ. പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, കമ്പനി പറയുന്ന ഒരു ഇതും പറയുന്നത്, നമ്മളിപ്പോൾ ഈ NRI സ്റ്റാറ്റസ് നിന്ന് എടുത്തു വെക്കുന്ന പോളിസി ഡിസ്കൗണ്ട് തരാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ക്ലെയിം ചെയ്യാനുള്ള സാഹചര്യം വളരെ കുറവായിരിക്കും. ഒരു പേരിന് വേണ്ടിയാണ് പലപ്പോഴും NRI സ്റ്റാറ്റസ് ഉള്ളവരൊക്കെ ഹെൽത്ത് ഇൻഷുറൻസ് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഒക്കെ വരുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നാട്ടിൽ ഇപ്പോൾ ഒരു 3 വർഷം കഴിഞ്ഞിട്ടൊക്കെ നമ്മൾ നാട്ടിലേക്ക് ഈ ട്രീറ്റ്മെന്റിന് വരാണെങ്കിൽ ഇപ്പോൾ 40%, നമുക്കിപ്പോൾ 3ാമത്തെ വർഷത്തിൽ നമ്മൾ അടച്ച പ്രീമിയത്തിന്റെ 40% കഴിഞ്ഞിട്ടാണ് ക്ലെയിം കിട്ടുള്ളൂ എന്ന്. എങ്കിൽ തന്നെയും ഈ പറഞ്ഞ പോലെ നമുക്ക് ആ ക്ലെയിം വരാത്തോടത്തോളം കാലം നമുക്ക് ആ 40%-ഓളം ഡിസ്കൗണ്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ തന്നെ NRI സ്റ്റാറ്റസ് ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ പരിഗണിക്കാവുന്ന ഒരു മികച്ച ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി തന്നെയാണ് HDFC ERGOയുടെ. ഈ പ്രൊഡക്റ്റിന്റെ ഫീച്ചേഴ്സ് എന്താ നമുക്ക് നോക്കാം. നമുക്ക് ആദ്യമായിട്ട് ഇതിന് പ്രീമിയത്തെ പറ്റി പരിഗണിക്കുകയാണെങ്കിൽ, ഇപ്പോൾ പ്രീമിയം ഒരു 40 വയസ്സുള്ള ഭർത്താവ്, 30 വയസ്സുള്ള ഭാര്യയ്ക്ക്, അതുപോലെ തന്നെ 10ഉം 5ഉം വയസ്സായിട്ടുള്ള ഒരു സ്ട്രക്ചർ എടുക്കുകയാണെങ്കിൽ നമുക്ക് പ്രീമിയം വരുന്നത് ഒരു 10 ലക്ഷത്തിന് നോർമലായിട്ട് NRI ഡിസ്കൗണ്ട് ഇല്ലാണ്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് പ്രീമിയം വരുന്നത് ഒരു 31,000 രൂപ അടുത്താണ് ഏകദേശം പ്രീമിയം വരുന്നത്. ഈ ഒരു സെയിം ഏജ് ഗ്രൂപ്പ് വെച്ചിട്ട് നമ്മൾ NRI സ്റ്റാറ്റസ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 40, 30, 10ഉം 5ഉം വയസ്സ് ആ കാറ്റഗറിയിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് പ്രീമിയം വരുന്നത് 18,000 രൂപയായിട്ടാണ് വരുന്ന പ്രീമിയം. ഒരു 40% വളരെയധികം വ്യത്യാസം വരുന്നുണ്ട് നമുക്ക് 40% ഡിസ്കൗണ്ട് വെച്ച് എടുക്കുമ്പോൾ. അതേപോലെ തന്നെ നമുക്ക് മറ്റൊരു ഓപ്ഷൻ ഉള്ളത്, ഡിഡക്റ്റബിൾ വെച്ചിട്ട് പോളിസി സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എനിക്ക് തുടക്കത്തിൽ വരുന്ന 1 ലക്ഷം വരെയുള്ള എക്സ്പെൻസ് ഒന്നും എനിക്ക് പ്രശ്നം, എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ എടുത്തോളാം. അത് കഴിഞ്ഞിട്ട് വരുന്ന 10 അല്ലെങ്കിൽ 50 1 ഇയറിൻ്റെ ഒക്കെ കവറേജ് ഇൻഷുറൻസ് കമ്പനിക്ക് തന്നാൽ മതി. അങ്ങനെ എടുക്കുകയാണെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ NRI ഡിസ്കൗണ്ട് ഇല്ലാണ്ട് എടുക്കുകയാണെങ്കിൽ നമുക്കൊരു 15 രൂപ അടുത്ത് വരുന്നുണ്ട്. പക്ഷെ NRI ഡിസ്കൗണ്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 9,000 രൂപ അടുത്ത് വരുന്നുള്ളൂ ഈ ഒരു കാറ്റഗറിയിലാണെങ്കിൽ. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ വർക്കൗട്ട് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് വേണമെങ്കിൽ 50,000, 1 ലക്ഷം വേണമെങ്കിൽ ഡിഡക്റ്റബിൾ വെക്കുകയാണെങ്കിൽ പ്രീമിയം വീണ്ടും നമുക്ക് നേർപകുതിയാക്കി എടുക്കാനായിട്ട് പറ്റും. എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു സജഷൻ, എനിക്ക് തോന്നുന്നു
ഈ പറഞ്ഞ പോലെ നല്ലൊരു കവറേജ് ഈ ഒരു തരത്തിൽ എടുത്തു വെക്കുക, 1 CR ഒക്കെ മിനിമം എടുത്തു വെക്കാനായിട്ട് ശ്രമിക്കുക. ഈ പറഞ്ഞ പോലെ NRI ഡിസ്കൗണ്ട് അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ ഡിഡക്റ്റബിൾ വേണമെങ്കിൽ വെക്കാം, ഒരു 1 lakh വരെയുള്ള. ശ്രദ്ധിക്കേണ്ട കാര്യത്തിലുള്ളൂ, ഒരു 1 lakh വരെയുള്ള എക്സ്പെൻസ് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് എടുത്തോളാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു പോളിസി എടുക്കുന്നത്. പിന്നെ ഒരു കാര്യം കൂടി, നമുക്ക് ഈ ഡിഡക്റ്റബിൾ വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ വരുന്ന സമയത്ത് ഒരു 5 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെയും ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് പ്രീമിയത്തിൻ്റെ കാര്യത്തിൽ വെച്ച് നോക്കുമ്പോൾ. അതുപോലെ തന്നെ അടുത്തൊരു എടുത്തു പറയേണ്ട ഒരു ഫീച്ചറാണ് സെക്യൂർ ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ട്. അതായത് ഡേ 1 മുതൽ 2x കവറേജ് കൊടുക്കുന്നുണ്ട് ഒപ്റ്റിമ സെക്യൂറിലാണെങ്കിൽ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു 10 ലക്ഷത്തിൻ്റെ ഒരു പോളിസി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡേ 1 മുതൽ 20 ലക്ഷത്തിൻ്റെ വരെ എക്സ്പെൻസ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. സൂപ്പർ സെക്യൂറിലാണെങ്കിൽ നമുക്ക് 3x കവറേജ് വരെ യൂസ് ചെയ്യാം. അതായത് 10 ലക്ഷത്തിന് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡേ 1 മുതൽ 30 ലക്ഷം വരെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഈ സെക്യൂർ ബെനിഫിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് എടുത്തു പറയുന്ന ഒരു ഫീച്ചറാണ് പ്ലസ് ബെനിഫിറ്റ് എന്ന് പറയുന്ന ഫീച്ചർ. അതായത് ഈ കുമുലേറ്റീവ് ബോണസ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ നമ്മളിപ്പോൾ ഒരു 10 ലക്ഷത്തിന്റെ പോളിസിയാണ് എടുത്തതെന്ന് വിചാരിക്കാം. അപ്പോൾ സെക്കൻഡ് ഇയർ നമുക്ക് ഒരു 50% കുമുലേറ്റീവ് ബോണസ് ആയിട്ട് കിട്ടും. അത് ക്ലെയിം വന്നാലും വന്നില്ലെങ്കിലും കിട്ടും. രണ്ടാമത്തെ വർഷം കഴിയുമ്പോൾ വീണ്ടും നമുക്കൊരു 50%. അത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 ലക്ഷം എടുത്തിട്ടുണ്ടെങ്കിൽ 2 വർഷം കഴിയുമ്പോൾ നമുക്കൊരു 10 ലക്ഷം കൂടി എക്സ്ട്രാ കിട്ടും. അപ്പം അങ്ങനെയാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ റീസ്റ്റോർ ബെനിഫിറ്റ്, ഇതൊക്കെ സാധാരണ എല്ലാ ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ള പോലെ തന്നെ നമുക്ക് വീണ്ടും ഒരു 10 ലക്ഷത്തിന്റെ പോളിസിയാണ് നമ്മൾ എടുത്തേക്കുന്നത് വിചാരിക്കുക. ഈ 10 ലക്ഷം ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീണ്ടും നമുക്കൊരു 10 ലക്ഷം രൂപ നമുക്ക് വീണ്ടും യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇത് റീസ്റ്റോർ ബെനിഫിറ്റ് എന്നാണ് ഇതിൽ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ പ്രൊട്ടക്ട് ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫീച്ചർ ഉണ്ട്. വേറെ ഒന്നുമല്ല, നമുക്ക് നോൺ മെഡിക്കൽ ഐറ്റംസ്, പഞ്ഞി, സിറിഞ്ച്, അങ്ങനത്തെ ഒക്കെ നമ്മൾ നോർമൽ ഇൻഷുറൻസിൽ കാണുന്ന പോലെയുള്ള ഫീച്ചേഴ്സ് അതും ഇതിൽ കവർ ചെയ്ത് കിട്ടുന്നുണ്ട്. നോൺ മെഡിക്കലൊക്കെ എക്സ്പെൻസ് ഒക്കെ ഇതിൽ മീറ്റ് ചെയ്ത് കിട്ടുന്നുണ്ട് നമുക്ക് HDFC ERGO-യിൽ. അതുപോലെ തന്നെ ഇതിൽ റൂം റെന്റിന് അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല, നമുക്ക് എനി റൂം ചൂസ് ചെയ്യാം. മുന്നേ ഒപ്റ്റിമ സെക്യൂർ ഇറക്കിയ സമയത്ത് നമുക്ക് റൂമിന് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു, ഇപ്പോൾ റൂമിനൊന്നും റെസ്ട്രിക്ഷൻസ് ഇല്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സാധാരണ ഹെൽത്ത് ഇൻഷുറൻസിൽ കാണുന്ന പോലെ തന്നെ മോഡേൺ ട്രീറ്റ്മെന്റ്, ആയുഷ് ട്രീറ്റ്മെന്റ്, ഇതൊക്കെ ഇതിൽ കവർ ചെയ്യുന്നുണ്ട്. പ്രീ ആൻഡ് പോസ്റ്റ് 60-180 ഒക്കെ കവർ ചെയ്യുന്നുണ്ട്. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇത് മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് NRI സ്റ്റാറ്റസ് ഉള്ളവർക്ക് വേണമെങ്കിൽ ഈ ഒരു പോളിസി എടുത്തു വയ്ക്കാം. ഈ പറഞ്ഞ പോലെ 40% നമുക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പോളിസിയിൽ ഒത്തിരി റൈഡേഴ്സ് വരുന്നുണ്ട്. ഇതിൽ ഹെൽത്ത് ക്രിട്ടിക്കൽ ഇൽനെസ് എന്ന് പറയുന്ന റൈഡർ വരുന്നുണ്ട്, ഹോസ്പിറ്റൽ ക്യാഷ് ബെനിഫിറ്റ് എന്ന് പറയുന്ന റൈഡർ വരുന്നുണ്ട്, അൺലിമിറ്റഡ് റീസ്റ്റോർ എന്ന് പറയുന്ന റൈഡർ വരുന്നുണ്ട്. അതെന്തായാലും നമ്മൾ ആഡ് ചെയ്ത് ഈ അൺലിമിറ്റഡ് റീസ്റ്റോർ എന്ന് പറയുന്ന ഒരു ഫീച്ചർ ആഡ് ചെയ്ത് ഇടുന്നത് നല്ലതായിരിക്കും. കാരണം ഒരു 10 ലക്ഷം ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഒരു 10 ലക്ഷം അൺലിമിറ്റഡ് ടൈംസ് റീസ്റ്റോർ ചെയ്ത് കിട്ടാനായിട്ട് ഇവരുടെ ഇത് റൈഡർ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അതൊന്ന് ആഡ് ചെയ്യാനായിട്ട് ഇടാം. അതുപോലെ തന്നെ PA പോളിസി, പേഴ്സണൽ ആക്സിഡന്റ് ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ റൈഡർ ഉണ്ട്. അതുപോലെ ഒപ്റ്റിമ വെൽബീയിങ്ങുമായിട്ട് റൈഡർ ഉണ്ട്. അപ്പോൾ നമുക്ക് ഒത്തിരി റൈഡേഴ്സ് വരുന്നുണ്ട്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് റൈഡേഴ്സ് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വെയിറ്റിംഗ് പീരീഡിന്റെ കേസിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് പ്രീ എക്സിസ്റ്റന്റ് ഡിസീസ്, ചില അസുഖങ്ങൾക്ക് ഒരു പോളിസി എടുത്തു കഴിഞ്ഞാൽ 30 ദിവസമാണ് കഴിയുമ്പോഴാണ് പോളിസി ആക്റ്റീവ് ആവുക. ചില അസുഖങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ പൈൽസ്, കിഡ്നി സ്റ്റോൺ, ഹെർണി, ഇങ്ങനെയുള്ള ചില അസുഖങ്ങൾക്കൊക്കെ ഒരു 2 year വെയിറ്റിംഗ് പീരീഡ് അത് ഇവിടെയും ബാധകമാണ്. പ്രീ എക്സിസ്റ്റന്റ് ഡിസീസ് ഉണ്ടെങ്കിൽ അത് 3 year വെയിറ്റിംഗ് പീരീഡ് വരുന്നുണ്ട്. അപ്പോൾ നിലവിൽ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞിട്ട് പോളിസി എടുക്കാനായിട്ട് ശ്രമിക്കാം. പിന്നെ അതുപോലെ തന്നെ ഇതിൽ ടയർ 1, ടയർ 2 എന്ന് കാണാൻ പറ്റും. അത് നമ്മൾക്ക് ടയർ 2-ലാണ് വരുന്നത്. കേരളമൊക്കെ ടയർ 1-ൽ വിടുന്നത് മുംബൈ, അതുപോലെ തന്നെ ഗുജറാത്ത്, ആ ഒരു സ്ഥലങ്ങളാണ് ടയർ 1-ൽ വിടുന്നത്. ടയർ 2-ൽ വരുന്നത് സൗത്ത് ഇന്ത്യ ഒക്കെ ടയർ 2-ൽ, നമ്മൾ ആ ഒരു കാറ്റഗറിയിലാണ് വരാം. തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ ഒരു NRI സ്റ്റാറ്റസ് പർപ്പസ് ഉള്ളവർക്കൊക്കെ, ആ ഒരു NRI സ്റ്റാറ്റസ് ഉള്ളവർക്കൊക്കെ എടുക്കാൻ പറ്റിയ ഒരു മികച്ചൊരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി തന്നെയാണ് HDFC ERGO-യുടെ ഒപ്റ്റിമ സെക്യൂറും സൂപ്പർ സെക്യൂറും. ഒരു 3 വർഷത്തൊക്കെ ഒരുമിച്ച് എടുത്തു വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. കാരണം എല്ലാ വർഷവും നമുക്ക് റിന്യൂ ചെയ്യുന്ന സമയത്തൊക്കെ ആയാൽ പോലും നമുക്ക് നമ്മുടെ വിസയുടെയും പാസ്പോർട്ടിൻ്റെയും കോപ്പിയൊക്കെ നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ഒരു 3 വർഷത്തൊക്കെ എടുത്തു വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടിയും ബെറ്റർ അതായിരിക്കും. തീർച്ചയായിട്ടും ഈ പോളിസിയെ പറ്റിയിട്ട് കൂടുതൽ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എൻ്റെ വാട്സ്ആപ്പ് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്, അതിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പോൾ തന്നെ മുന്നേ നമ്മൾ HDFC ERGO ഒപ്റ്റിമ സെക്യൂറിനെ പറ്റിയിട്ടുള്ള ഒരു വിശദമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പോൾ നന്ദി, നമസ്കാരം. പ്രിയരെ, കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവുന്നു.